നമസ്കാരം, കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. പത്തനംതിട്ട ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ മാനനഷ്ട കേസ് നൽകി കുടുംബം 65 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് CPM നേതാവ് PP ദിവ്യയ്ക്കും പ്രശാന്തിനുമെതിരെ കേസ് ഫയൽ ചെയ്തത്. പത്തനംതിട്ട സബ് കോടതി രണ്ടുപേർക്കും നോട്ടീസ് അയച്ചു. ഹർജി അടുത്ത മാസം പരിഗണിക്കും. ADMനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ചത് ഹർജിയിൽ പറയുന്നു. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ കണ്ണൂർ നഗരത്തിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെട്രോൾ പമ്പിന്റെ അപേക്ഷയിൽ നടപടിയെടുക്കാൻ വൈകിയതിന്റെ പേരിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അവഹേളിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യ. പരിയാര ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇലക്ട്രീഷ്യനായിരുന്ന TV പ്രശാന്തിന്റെ പേരിലാണ് പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയിരുന്നത്. NOC ലഭിക്കാൻ നവീൻ ബാബുവിന് 98,500 രൂപ കൈക്കൂലി നൽകിയെന്നായിരുന്നു പ്രശാന്തിന്റെ ആരോപണം. പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ച നവീൻ ബാബുവിന് സഹപ്രവർത്തകർ കളക്ടറേറ്റിൽ നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ ക്ഷണിക്കപ്പെടാതെ എത്തി PP ദിവ്യ ആക്ഷേപ പ്രസംഗം നടത്തിയത് ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. പെട്രോൾ പമ്പ് ബെനാമി ഇടപാടാണെന്നും ബെനാമിയെ കണ്ടെത്തണമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം തുടക്കം മുതൽ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം അന്വേഷിച്ചിട്ടില്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നതിന് തെളിവില്ലെന്ന് വകുപ്പ് തല അന്വേഷണത്തിലും വിജിലൻസ് സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കുടുംബത്തിന്റെ പരാതിയിലും നടപടിയെടുത്തില്ല. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.